ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മെയിൻ റാങ്ക് ലിസ്റ്റ് LBS പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, LBS സെന്റർ എന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് LBS സെന്ററിന്റെ വെബ്സൈറ്റിലേക്ക് ഓപ്പൺ ചെയ്യുക. ഫസ്റ്റ് കാണുന്നതിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം തന്നെ നിങ്ങൾ നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ് എന്ന സൈറ്റിലേക്ക് കയറുക. ഫസ്റ്റ് തന്നെ നമുക്കൊരു നോട്ടീസ് കാണാൻ സാധിക്കുന്നതാണ്. 26-ാം തീയതി പുറത്തുവിട്ട നോട്ടീസാണ്. ആപ്ലിക്കൻസ് ഇൻക്ലൂഡഡ് ഇൻ ദ റാങ്ക് ലിസ്റ്റ് ക്യാൻ രജിസ്റ്റർ their കോളേജ് ഓപ്ഷൻസ് till 30/7/2025. ഓഗസ്റ്റ് 30 വരെ നിങ്ങൾക്ക് കോളേജ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാനുള്ള സമയം തന്നിട്ടുണ്ട്. ന്യൂലി അപ്രൂവ്ഡ് കോളേജസ് വിൽ ബി ആഡഡ് ടു ദ കോളേജ് ലിസ്റ്റ് ആസ് ആൻഡ് when they receive approval. പുതിയ കോളേജസിൽ അപ്രൂവൽ വന്നതനുസരിച്ച് കോളേജ് ലിസ്റ്റ് ആഡ് ആകുന്നതായിരിക്കും. ഓൾറെഡി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത കുട്ടികൾ പുതിയ കോളേജസ് അപ്രൂവ്ഡ് ആഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആ കോളേജിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതുകൂടി ഓപ്ഷൻസ് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ദെൻ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന അപേക്ഷാർത്ഥികൾക്ക് കോളേജ് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാം. പുതുതായി അംഗീകാരം ലഭിക്കുന്ന കോളേജുകൾ അംഗീകാരം ലഭിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഓപ്ഷൻ സമർപ്പിക്കുന്നതിന് നഴ്സിംഗ് കോളേജുകൾക്ക് മാത്രമാണ് ഓപ്ഷൻ നൽകാൻ കഴിയുകയുള്ളൂ. പല കുട്ടികളും ചോദിച്ചതാണ് പാരാമെഡിക്കൽ എപ്പോഴാണ് എന്നുള്ളത്. പാരാമെഡിക്കലിന്റെ അപ്ഡേറ്റ് നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇപ്പോൾ BSc നഴ്സിംഗ് മാത്രമാണ് നിങ്ങൾക്ക് വെക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഓഗസ്റ്റ് 1-ാം തീയതി ട്രയൽ അലോട്ട്മെന്റ് വരുന്നതായിരിക്കും. ഇതിൽ ഓപ്ഷൻസ് വെക്കുന്ന കുട്ടികൾക്ക് മാത്രമായിരിക്കും ബാക്കിയുള്ള അലോട്ട്മെന്റിലേക്ക് അവരുടെ പരിഗണിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് സമയം വരെയും ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. ട്രയൽ അലോട്ട്മെന്റിന് വേണ്ടി ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികളെ നെക്സ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് പരിഗണിക്കുന്നതായിരിക്കില്ല. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ട രീതികളെല്ലാം നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതുകൂടെ ചെന്ന് കണ്ടു നോക്കുക. അതോടൊപ്പം മെഡിക്കൽ ബോർഡിന്റെ ഒരു നോട്ടിഫിക്കേഷൻ കൂടിയുണ്ട്. 2025 ജൂലൈ 3, 4, 5 തീയതികളിൽ നടത്തിയ മെഡിക്കൽ ബോർഡിൽ ഹാജരാകാൻ സാധിക്കാത്ത ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട അപേക്ഷാർത്ഥികൾക്ക് 29/7/2025 തിരുവനന്തപുരം DME ഓഫീസിൽ വെച്ച് മെഡിക്കൽ ബോർഡ് നടത്തുന്നതാണ്. നേരത്തെ ഹാജരാകാൻ സാധിക്കാത്ത അപേക്ഷാർത്ഥികൾ ഇമെയിൽ വഴിയും പോസ്റ്റ് വഴിയും കത്തയച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള രേഖകൾ സഹിതം അന്നേ ദിവസം 9:30 DME ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ സ്പെഷ്യൽ റിസർവേഷൻ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് റാങ്ക് ലിസ്റ്റ് ഫോർ സ്പെഷ്യൽ റിസർവേഷൻ ഡിപെൻഡന്റ് ഓഫ് ഡിഫൻസ് പേഴ്സണൽ കിൽഡ് മിസ്സിംഗ് ഡിസേബിൾഡ് ഇൻ ആക്ഷൻ വാർഡ്സ് ഓഫ് പാരാമിലിറ്ററി പേഴ്സണൽ. ഇതിലെല്ലാം നിങ്ങളുടെ പേര് സഹിതം വന്നിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നെയിം വരികയുള്ളൂ. ദെൻ സൺ ഓർ ഡോട്ടർ ഓഫ് പാരാമിലിറ്ററി പേഴ്സണൽ. ഇതിൽ ഇൻഡെക്സ് മാർക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ സെർവിംഗ് ഡിഫൻസ് പേഴ്സണൽ കോട്ട, എക്സ് സർവീസ് കോട്ട, ഇതിലെല്ലാം നിങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ നമ്പറും ഇൻഡെക്സ് മാർക്കും റാങ്കും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള റിസർവേഷന് വേണ്ടിയുള്ള ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത കുട്ടികളുടെ പേര് മാത്രമേ ഇതിൽ വരികയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് മെയിൻ റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് നോക്കാം. 3 ലൈൻസ് പ്രസ് ചെയ്യുക. അതിനുശേഷം റാങ്ക് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് റാങ്ക് ലിസ്റ്റ്. അതിൽ സെലക്ട് ചെയ്യേണ്ടത് റാങ്ക് ലിസ്റ്റ് ഫസ്റ്റിൽ NU, ML, PY, CV, OP, PT, DT, OT. ദെൻ റാങ്ക് ലിസ്റ്റ് സെക്കൻഡ് BA SLP. റാങ്ക് ലിസ്റ്റ് നോൺ കേരളൈറ്റ് മാനേജ്മെന്റ് കോട്ട BA SLP. റാങ്ക് ലിസ്റ്റ് നോൺ കേരളൈറ്റ് മാനേജ്മെന്റ് കോട്ട BOT. റാങ്ക് ലിസ്റ്റ് 4 BPO എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ് 1ഉം അതിനുശേഷം കോട്ട മുസ്ലിമും സെലക്ട് ചെയ്ത് ഷോ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ബേസിൽ വരുന്ന ആ കാറ്റഗറി ബേസിൽ വരുന്ന റാങ്ക് ലിസ്റ്റുകളെല്ലാം തന്നെ അതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പഴയ റാങ്ക് ലിസ്റ്റിൽ നിന്നും പല കുട്ടികൾക്കും ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ചേഞ്ചുകളെല്ലാം നിങ്ങൾ നോക്കി മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം നമ്മൾ ഗവൺമെന്റിന്റെയും സെൽഫ് ഫിനാൻസിന്റെയും അഡ്മിഷൻ ചാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് സെക്കൻഡ് BA SLP മുസ്ലിം കോട്ടയിൽ ഏതൊക്കെയാണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ആയിരിക്കും ഇതിൽ കാണിക്കുന്നത്, നിങ്ങളുടെ പേര് കാണിക്കുന്നതായിരിക്കില്ല. ഓരോ റാങ്ക് ലിസ്റ്റിലും നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റ്സ് അനുസരിച്ച് നിങ്ങൾക്ക് റാങ്ക് വരുന്നതായിരിക്കും. അതെല്ലാവരും ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക. എല്ലാവരും ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് തന്നെ കൊടുത്ത് സേവ് ചെയ്യുക. മുന്നേ കൺഫേം ചെയ്യാതെ പലരും പോയതുപോലെ തന്നെ ഇവിടെ സേവ് ചെയ്യാതെ പോകരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വിവരങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.